ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ബിസി ഡേ ആണ് ഗൈസ്. കാരണം ഒന്നിനും സമയമില്ല, തിരക്ക് പിടിച്ചിന്ന് ഓടണം. അപ്പോൾ അത് കാരണം ഇന്ന് നേരത്തെ എണീറ്റത്, അതിൻ്റെ കണ്ണും മുഖമൊക്കെ കണ്ടില്ല ഗൈസ്. നമ്മൾ എണീറ്റിട്ടേ ഉള്ളൂ, എണീറ്റൊന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് റെഡി ആവണം. കാരണം ഇന്ന് കുറച്ച് പ്രൊമോഷൻസിൻ്റെ ഒക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാം നേരത്തെ ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം നേരത്തെ ചെയ്താലേ നമുക്ക് അങ്ങോട്ട് ഓടി നടക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം പൊന്നാണെങ്കിൽ കാപ്പിയിടാൻ പോയേക്കാണ് ഇഷ്ടത്തെ പൊന്നായി കാണാതെ. അപ്പം നമ്മൾ പൊന്നാ ഡെലിവറിക്ക് ശേഷം നമ്മൾ കുറേ ആഗ്രഹിച്ചൊരു കാര്യമാണ് കുഞ്ഞിന് വേണ്ടിയിട്ടൊരു അലമാരി വാങ്ങണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആപ്റ്റായിട്ടുള്ള, അതായത് ഒതുങ്ങി കുഞ്ഞിന് പറ്റിയതായിട്ടുള്ളൊരു അലമാരി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിലും കുറേ നോക്കി, ഓൺലൈനിൽ നോക്കിയിട്ടും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു അലമാരി ഒരിടത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ അമ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് അവിടെ ഒന്ന് റെഡി ആയിട്ട് വേണം ഷോപ്പിലേക്ക് പോകാൻ. ഷോപ്പിലേക്ക് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് ആ അലമാരിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരണം ഗൈസ്. അപ്പോൾ എന്നിട്ട് നമുക്ക് റൂമിൽ ശരിക്കും പറഞ്ഞാൽ അലമാരിയൊക്കെ ഉള്ള സ്പേസ് ഇല്ല. കാരണം കൊച്ചു റൂമായി കാരണം വലിയ സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വന്ന് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അലമാരിയൊക്കെ ഇതിനകത്തൊന്ന് ഓക്കെ ആക്കി എടുക്കണം. എന്തുവാ വരാൻ പോന്നെ? അലമാരി വരാൻ പോവാണ് ഇവിടെ. നിങ്ങൾക്ക് അലമാരി എടുക്കാൻ പോവാന്ന് പറഞ്ഞാട്ടെ. കിച്ച് സുന്ദരി പെണ്ണായിട്ട് ഇച്ചുണ്ട്. എന്നാ പറ്റി? ആരാ അലമാരി മേച്ചാൻ പോണേ? ആരാടി അലമാരി മേച്ചാൻ പോണേ? അയ്യോ, ആരോ മിക്സി അരയ്ക്കുന്നേ. കാപ്പിയൊക്കെ ഇട്ടിട്ട് അമ്പുവിൻ്റെ മമ്മായും കൂടെ റൂമിലോട്ട് കയറി വന്നു. അപ്പോൾ അത്രയും നേരം അമ്പും അമ്മയുടെ കയ്യിലായിരുന്നു ഇരുന്ന് കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് നേരം. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേന് ചാടി എൻ്റെ കയ്യിലും വന്നേ. 5 മിനിറ്റുള്ളിൽ എൻ്റെ ഉടുപ്പിൽ കൂടെ മൂത്രം ഒഴിച്ച് ഗൈസ്. അമ്പ് എന്നാ തന്നെ പപ്പായുടെ ഉടുപ്പ് മൂത്ത് വെച്ചേ കല്ലി ഗൈസ്. പൊന്നെ രാവിലെ അടുക്കളയിലായിരുന്നു ഗൈസ്. കാര്യം എന്താ അറിയോ? അമ്പൂട്ടിനെ കുറുക്കുണ്ടാക്കി. പിന്നെ പപ്പാക്കും മമ്മാക്കും കൂടെ കാപ്പി ഇട്ടിട്ട് കുടിക്കാൻ മാത്രം സമയം കിട്ടിയില്ല എന്നുള്ള പരിപാടി. കാപ്പി ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കും. പിന്നെ കുടിക്കുന്നത് 11 മണി 12 മണിക്കൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ കാപ്പിയുടെ കാര്യമേ ഓർക്കത്തില്ല. അമ്പൂട്ട് എന്താ അമ്പൂട്ടാ നോക്കുന്നേ? നോക്കാൻ വയ്യ നിനക്ക്? ഞാനും പിന്നെ ഇവിടെ ഇന്നലെ പോയി അലമാരിയുടെ കാര്യങ്ങളൊക്കെ നോക്കി. അമ്പുവിന്റെ അലമാരി സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ ഫർണിച്ചർ ഷോപ്പിലോട്ട് പോവാം. പോയിട്ട് അവിടെ പോയിട്ട് അലമാരിയും പോയിക്കൊണ്ട് വീട്ടിൽ വരാം. അപ്പോൾ നമുക്ക് ഗേറ്റ് ഒക്കെ ഒന്ന് ആദ്യമേ തുറന്നു. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ പരിസരം ഫുള്ള് ചവറാ ഗൈസ്. അലമാരി കൊണ്ടുവന്ന് നോക്കി നിൽക്കുവാ ഞങ്ങള്. അപ്പോൾ അളിയനും എൻ്റെ കൂടെ വരുന്നുണ്ട് ഗൈസ്. കാരണം എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. അളിയനും വരുന്നുണ്ട് അലമാര പൊക്കാൻ. അമ്പേ പെട്ടെന്ന് എനിക്ക് അലമാരി കൊണ്ട് വാ. എനിക്കത് കേറിയിരിക്കാനാ പറ. വാ അപ്പൊ പോയിട്ട് വരാമേ. അമ്മാരി കൊണ്ടുതരാം. ടാറ്റാ. ടാറ്റാ പോയിട്ട്. ടാറ്റാ. മഴയാണെങ്കിൽ അമ്പുവിന് അലമാരയും കൊണ്ട് ഹെൽമെറ്റ് എവിടെ? കൊണ്ടുവരുമ്പോഴേ മഴ പെയ്ത് നമ്മളെന്ത് ചെയ്യും? മറച്ചു കൊണ്ടുവരും. അല്ല, നിങ്ങളൊരു കുട എടുത്ത വലിയ കുട എടുത്തോണ്ട് പോയിക്കോ. അതിന് മണ്ടയ്ക്ക് പിടിച്ചോണ്ട് നിൽക്കുക അല്ലേ അമ്പൂട്ടാ? അമ്പൂട്ട നോക്കുവാണ് അമ്പൂട്ട. പപ്പ എവിടെ പോവാ മോനെ കൊണ്ടുപോവാതെ? ടാറ്റാ. ഞങ്ങൾക്ക് അലമാരം കൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടിച്ച് സൂപ്പാക്കും. ഞങ്ങൾക്ക് അലമാരി വെക്കാൻ കുറച്ച് ഡ്രസ്സും കൂടെ മേടിച്ചോണ്ടെങ്കിൽ പോരും. ഓക്കെ, പോയിട്ട് വാ. അപ്പൊ നമ്മുടെ ഷോപ്പ് എത്തിയിരിക്കുക. സൂപ്പർ.
ഷാനു പറഞ്ഞതാ. അളിയൻ പൈസ പിടിക്കാൻ അളിയൻ പോയ കുറച്ച് ലേറ്റ് ആവും. നിങ്ങൾ സാധനം എടുക്കല്ലേ, അപ്പൊ അതിന് കുറച്ച് ലേറ്റ് ആവും. ശരി. ഇതാണ് നമ്മുടെ ഐറ്റം. ഗായ്സ്, അപ്പൊ നമ്മള് അലമാരയൊക്കെ എടുത്തുകൊണ്ടുവന്ന് വെച്ച സമയത്ത് തന്നെ നമുക്ക് കറണ്ടും പോയി മഴയും പെയ്തു ഗായ്സ്. മൊത്തത്തിൽ പണി കിട്ടി. അമ്പു പിന്നെ അമ്പു വേറെ അമ്മാര് ഇഷ്ടപ്പെട്ടോ? അമ്മാര് മേടിച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാ മേടിച്ചു തന്നിട്ടിരിക്കും. ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഈ ഗ്ലാസ്സാ ഇഷ്ടപ്പെട്ടത്. ഫ്രെയിംലെസ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ഗായ്സ്. ഇത് ശരിക്കും ഞാനും പൊന്നായും അമ്പും കൂടെ വന്ന് നീ ഞാനും പൊന്നായും അമ്പും കൂടെ പോയി നോക്കി സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്ത സാധനമാണ് ഈ കാണുന്ന അലമാരി. ഞങ്ങൾക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്ത്. കാരണം വളരെ ഒതുങ്ങിയ ഒരു അലമാരി, കുഞ്ഞൊരു അമ്പുന് പറ്റിയ ഒരു ക്യൂട്ട് അലമാരി. എന്റെ അമ്പുന് ഇഷ്ടമായോ? അമ്പുന് ഇഷ്ടായി. അമ്പു ഒരു കണ്ണിലെ കരിയൊക്കെ തുടച്ചു കളഞ്ഞോ? ഇനി അമ്പുന്റെ അങ്ങോട്ട് നോക്ക്. ഇനി നിന്റെ തുണി എങ്ങാനും ഞങ്ങളുടെ അലമാരി നീ കൊണ്ട് വെച്ചാൽ ഇനി അമ്പുന്റെ എന്തെങ്കിലും സാധനം ഇവിടെ നിരന്ന് കിടപ്പുണ്ടെങ്കില ഇങ്ങോട്ട് നോക്കി. ഇതൊക്കെ ഇത് ഫുള്ള് നമ്മള് അമ്പുന്റെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ എല്ലാം ഇളക്കി മറിച്ചു. ഇനി നമുക്ക് ഈ അലമാരി ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഇതെല്ലാം അലമാരി കയറ്റാനുള്ളതാണ്. അലമാരി മേടിച്ചു പപ്പായുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി മമ്മയുടെ ഓൺ ഡ്യൂട്ടി അമ്പുന്റെ അലമാരി സെറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ ഇവിടെ കിടന്ന കട്ടിൽ നമ്മൾ നേരെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പഴും നല്ല പുറത്ത് നല്ല മഴ കേട്ടോ. അമ്പൂട്ടിന് നല്ല ഉറക്കം വരുന്നത്. നമുക്ക് ഇന്ന് തുറന്ന് കാണിക്കണ്ടേ? അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന നമ്മുടെ അലമാരിയുടെ അൺബോക്സിംഗ് അല്ല വെറുതെ ആണേ. അപ്പൊ നമ്മുടെ കേസ് നമ്മുടെ അലമാരി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ഇതിനകത്ത് തട്ടൊന്നും ഇല്ല. കഴിച്ചത് ഇങ്ങനെ ഹോളായിട്ട് അവിടെ തട്ടൊന്നും ഇല്ല. ഫസ്റ്റ് ഞങ്ങൾ വെച്ചത് പൊന്നാണെങ്കിൽ അലമാരി അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോ ആദ്യം ഫസ്റ്റ് അതിനകത്ത് ആദ്യം എടുത്ത് വെക്കുന്നത് കോയിൻസ് ആണ്. അതിന്റെ പിന്നിൽ എന്താണ് പൊന്നേസ്? അത് ഞാൻ പറയൂല. അതുപോലെ ചെയ്യുന്ന ഒരുപാട് പേര് കാണുമല്ലോ. എന്തായാലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ ഇഷ്ടംപോലെ വരിക. അപ്പൊ ഇതിങ്ങനെ ഒരു വലിയൊരു സംഭവം. അതായത് ഇവിടെ വേറെ തട്ടുകളും കാര്യങ്ങളും പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു 3 സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് പിന്നെ ഞങ്ങളുടെ അമ്പുന്റെ ലോക്കറാണ് കേസ്. കാര്യം ഞങ്ങളുടെ അമ്പുന് കുറെ രഹസ്യമായിട്ടുള്ള സാധനങ്ങൾ കാണുമായിരിക്കാം. അമ്പുന്റെ ഏറ്റവും അമൂല്യമായ നിധി ഞാനല്ലേ? അല്ലേ അമ്പു? അമ്പുട്ടിന്റെ അമൂല്യമായ നിധി ആരാടാ? മമ്മ അല്ലേടാ? അതെ അതെ ഗൈസ്. അപ്പൊ നമ്മള് ഇതിന്റെ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ലോക്ക് എടുക്കല്ലേ ഗൈസ്. ഇത് ലോക്ക് തുറക്കും. ഇത് എങ്ങോട്ടാടാ? വിശാലമായിട്ടുള്ളൊരു ലോക്കർ ഉണ്ട്, ലോക്കർ സംവിധാനം. ഇനി വേണം ഇതിനകത്ത് പണങ്ങൾ കൂട്ടി വെക്കാൻ. വീണോണ്ടിരിക്കുകയാണോ കൂട്ടി വെക്കാനായിട്ട്? അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്യൂട്ട് അലമാരി. അമ്പു ഒത്തിരി വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അമ്പുനെ എടുത്ത് ഇവിടെ അതെ, അമ്പു വഴക്കുണ്ടാക്കുകയാണെങ്കിൽ മാത്രമല്ല. നീ സൈഡ് തന്നെ അമ്പുനെ കാണിക്കട്ടെ. ഇതിനൊരു ഒരു സ്മെല്ലുണ്ട്. ഫ്രഷ് ആയിട്ടിരിക്കുന്ന കാരണം ഇതിനൊരു സ്മെല്ലുണ്ട്. അമ്പുന് വേണ്ട സാധനം അമ്പു എടുത്തോണ്ട് വന്നു. പിന്നെ നമുക്കിതൊന്ന് ഇതാക്കി എടുക്കണം ഗൈസ്, ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കണം. അമ്മന്റെ സാധനങ്ങളൊക്കെ കേറ്റിട്ട് അതെ 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 അതെ
അമ്പൂനെയും കൂടെ ഒരു ഡ്രോയിൽ കയറ്റി വെക്കും. ഗൈസ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഡെലിവറിക്ക് ശേഷം നമ്മൾ കുറെ പ്ലാൻ ചെയ്താണ് ആദ്യം പ്ലാൻ ചെയ്ത സാധനമായിരുന്നു. കുഞ്ഞ് വരുന്നതിനും അതായത് കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു അലമാര സെറ്റ് ചെയ്യാനായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മൾ കുറെ നോക്കി, പക്ഷെ ഓൺലൈനിൽ ഒന്നും ഓക്കെ അല്ലാത്തത്. പിന്നെ അത് കഴിഞ്ഞ് വേറെ വേറെ കാര്യങ്ങൾ മേടിച്ച് പിന്നെ ആ വഴി പോയി. ഇപ്പോഴാണ് ഫണ്ടൊന്നും ഒക്കെ ആയത്. എല്ലാവരും ഞങ്ങൾ മേടിച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഈ അമ്പുവിന്റെ തുണി ഇതുവരെ ഈ ഒരു അലമാരിക്കകത്ത് കുത്തി നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ബാക്കി ഈ സ്റ്റോറേജ് സ്പേസിലായിരുന്നു. അത് ഞങ്ങൾ ഓൺലൈനിൽ മേടിച്ച അമ്പുവിന്റെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി മാത്രം. 7 റോയുള്ള ഒരു സംവിധാനമാണ് guys. ഇപ്പൊ ഇത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇറക്കി കൊണ്ടിരിക്കുന്നത് അമൂല്യമായ ഒരു സംവിധാനം തന്നെയായിരുന്നു. ഗൈസ്. അപ്പൊ ഇനി നമുക്കെന്ന് പറഞ്ഞാല് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം ഗൈസ്. നേരത്തെ ഇടുന്ന സാധനങ്ങളെല്ലാം അമ്പ് നല്ല കരച്ചാണ്, ഉറക്കം വന്നിരിക്കുകയാണ്. കറണ്ട് ഇല്ല. എന്നാപ്പാ എന്നാടാ എന്നാടാ അമ്മൂട്ടിന്റെ ഞാൻ കണ്ണാടി കാണുമ്പോ ഞങ്ങൾ ഹലോ ഹനമറിയാണ് ഇത്. ഇത് ഹനമറിയാണ്. ഇത് ഹന ബേബിയാണോ? ഗൈസ് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ യാദൃച്ഛികമായിട്ടാട്ടോ ഈ അലമാരി നമ്മൾ നോക്കാൻ പോയതും വാങ്ങിയതും എല്ലാം. നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്തു അല്ലെങ്കിൽ അലമാരി എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോയി വാങ്ങിയതല്ല ശരിക്കും ഈ അലമാരി. ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നു, അത് കഴിഞ്ഞ് ചുമ്മാ ഒന്ന് ടൗൺ ഇറങ്ങാന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് നേരെ പോകുന്നു അലമാരിക്ക് അഡ്വാൻസും കൊടുത്തിട്ട് തിരിച്ചു വീട്ടിൽ വരുന്നത്. നമ്മൾ ടൗണിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി അടിക്കാൻ തന്നെ പോയി പോകാം ഗൈസ്. അപ്പൊ പൊന്നു വന്ന പെട്ടെന്ന് പൊന്നയുടെ മൈൻഡ് വന്നത് നമുക്ക് അലമാരി ജസ്റ്റ് ഒന്ന് തിരക്കി നോക്കാം റേറ്റ് ഒക്കെ എത്രയാണ്. അങ്ങനെ നോക്കി ഒരു 2 കട നോക്കി ഓക്കെ ആയില്ല. 3ാമത്തെ കടയിൽ നമ്മളത് ഫിക്സ് ചെയ്തു. അതിനാണ് പറയുന്നത് ഒന്നിൽ പൈസ മൂന്നിൽ. അങ്ങനെ നമ്മുടെ അമ്പുവിന്റെ ക്യൂട്ട് അലമാര തന്നെ നമ്മള് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. അമ്പു ഇനിയിപ്പോ അതെല്ലാം അടുക്കി പറക്കുന്നതായിരിക്കും അല്ലേ അമ്പു? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാർക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം ഗൈസ്. അല്ലയോ? ടാറ്റാ. ടാറ്റാ.